ശ്രീ ഷോൺ ജോർജ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുന്നിൽ കുമളി, ഈരാറ്റുപേട്ട, വാഗമൺ ആ ഭാഗങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടുകളായി നമ്മുടെ മുന്നിലുണ്ട്. അവിടെ ഒരു പള്ളിയിൽ നടന്ന സംഭവമുണ്ട്. അതിൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട നിലപാട് എന്തായിരുന്നു, പിന്നീട് മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ എന്ത് പറയേണ്ടി വന്നു എന്നതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇതൊരു കച്ചവടക്കാരനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായി ഇതിന് ലഘൂകരിക്കാൻ കഴിയുമോ? BJP അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയം എങ്ങനെയാണ് ഏറ്റെടുക്കാൻ പോകുന്നത്? ഈ വിഷയത്തെ കേരളത്തിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കേരളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ രീതിയിലുള്ള IS സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലുണ്ട്. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കേരള പോലീസാണ്. രണ്ടാമതൊരു കാര്യം, അദ്ദേഹം അങ്ങ് സൂചിപ്പിച്ചു, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമൊന്നുമല്ല. ബ്രിട്ടീഷുകാർ 2013 വഖഫ് ആക്ട് ഉണ്ടാക്കി. 95-ലും വഖഫ് ആക്ട് ഉണ്ടായി. 1954-ലും വഖഫ് ആക്ട് അത് സ്വാധീകരിക്കപ്പെട്ടു. പക്ഷേ അതിനുശേഷം 1995-ലും 2013-ലും ഉണ്ടായ ഭേദഗതികളെയാണ് ഇന്ന് ഈ സർക്കാർ മാറ്റാൻ ആഗ്രഹിക്കുന്നതും ഭേദഗതി കൊണ്ടുവരുന്നതും. അതുകൊണ്ട് 1954-ലെയോ അല്ലെങ്കിൽ 2013-ലും ഉണ്ടായ ആക്ടിനെ അല്ല നമ്മൾ കുറ്റം പറയുന്നത്. 1954-ലുണ്ടായ ആക്ടിനൊരു കുഴപ്പമുണ്ട്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക്, നമ്മൾ ഹിന്ദു സഹോദരങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് ഇട്ടിട്ട് പോയ മുസ്ലിം സഹോദരങ്ങളുടെ വസ്തു കൊടുത്തില്ല. പക്ഷെ അതിന് പകരം ഇവിടുന്ന് ഇട്ടിട്ട് പോയ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്ത മുസ്ലിം സഹോദരങ്ങളുടെ വസ്തു ഇന്ത്യ മഹാരാജ്യം വഖഫിന് വിട്ടുകൊടുത്തു. നേരെ മറിച്ച് പാകിസ്ഥാൻ എന്താ ചെയ്തത്, അവിടെ നിന്നും ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹിന്ദു സഹോദരങ്ങളുടെ വസ്തു ഇവിടെ നിന്നും കുടിയേറിയ മുസ്ലിങ്ങൾക്കാണ് കൊടുത്തത്. ആ വ്യത്യാസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെയ്തു. അതുകൊണ്ടാണ് ഈ തുടക്കം തന്നെ പ്രശ്നമായിരുന്നു. 1954 ആക്ടിലെ പ്രശ്നമാണ് ഞാൻ ഇപ്പം ചൂണ്ടിക്കാണിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ 1995-ലെ ആക്ടും 2013-ലെ ഭേദഗതിയും കൊണ്ടുവന്നത് കോൺഗ്രസ് തന്നെയാണ്. ആ ഭേദഗതി കൃത്യമായി തെറ്റാണ്. ആ ഭേദഗതിയിലൂടെയാണ് സെക്ഷൻ 40 ഒക്കെ കടന്നു വരുന്നതും ഇത്രയേറെ അധികാരങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷന് മുകളിലുള്ള അധികാരങ്ങൾ ഇവർക്ക് കൊടുക്കുന്നതും. എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരട്ടെ. തീർച്ചയായിട്ടും കേരളത്തിൽ ഇസ്ലാമിക സംഘടനകളോടും മതേതരത്വം ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലപാടെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇനിയും ആ നിലപാടിലേക്ക് നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾ പാർലമെന്ററി രാഷ്ട്രീയമാണ് നിങ്ങൾ കാണുന്നത്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിക്കാവോ, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എനിക്ക് 10 വോട്ട് കിട്ടുമോ, നിങ്ങളുടെ തോന്നലാണ്. കാരണം ഇനി നിങ്ങളെയും ഇവർ 1, 2, പരമാവധി 5 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന സംഘടനകൾ, ഈ പറയുന്ന നിങ്ങൾക്ക് വോട്ടിന് വേണ്ടി ഇവരെ പ്രീണിപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന ഈ സംഘടനകൾ 5 വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളെ താടിക്ക് തട്ടും. അതിന് ഒന്നാമത്തെ തട്ടാണ് പിണറായിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അത് നിങ്ങൾ ഇനി എഴുതി വെച്ചോ. ഇന്നേക്ക് 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇന്ന് പാല് കൊടുത്ത് വളർത്തുന്ന, വോട്ടിന് വേണ്ടി എന്തൊക്കെയാണെങ്കിലും വോട്ടിങ് ചെയ്തോളുന്ന, വോട്ടിന് വേണ്ടി നിങ്ങൾ പാലൂട്ടി വളർത്തുന്ന ഈ സംഘടനകൾ നിങ്ങളെ തിരിഞ്ഞു കൊത്താൻ യഥാർത്ഥ മതേതരത്വം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സംഘടനകൾക്കെതിരെ ഓപ്പണായ നിലപാട് സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതില്ലെങ്കിൽ ഈ നാട് മറ്റൊരു പാലസ്തീനായി മാറും. ഈ നാട് മറ്റൊരു ഗാസയായി മാറാൻ അധികം കാലമില്ല എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. 4 വോട്ടിന് വേണ്ടി ഭീകരവാദത്തെ ചേർത്ത് പിടിക്കുന്ന അത്തരം ശക്തികൾക്ക് സഹായം നൽകുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കുമുള്ള മുന്നറിയിപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഒപ്പം ഇനി വരാനിരിക്കുന്ന നാളുകളിലും ഇത്തരം നിലപാടുകൾ മുറുകെ പിടിക്കുന്നവർക്കുള്ള അതിശക്തമായ ഒരു പ്രതികരണം കേരള സമൂഹത്തിൽ നിന്നും ഉണ്ടാകും.